ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ചേർച്ച ലോഡ് ഇന്ന് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. നമ്മുടെ നേരെ കറക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കാണാം. കുറച്ച് വെച്ചടിക്കും കേട്ടാ, കുറച്ച് വെച്ചടിക്കും. ഓ അതിനാലോ അതിനടുത്ത് കയറി ഞാൻ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്ന ലോഡിലുള്ള തൈകളാണ് ഇതെല്ലാം. ബ്ലാക്ക് റോസ് ആണ് ഇത്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടെത്തിച്ച ലോഡുകളാണ് ഇതെല്ലാം. ഇത് ബ്ലാക്ക് റോസ് ആണ്. ഈ തയ്യ് അത് ഇതും ബ്ലാക്ക് റോസ് ആണ്. ഇത് ബ്ലാക്കിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഇത് ബ്ലാക്കിന്റെ വേറൊരു വെറൈറ്റി ചെടിയാണ്, റോസ് ആണ്. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഇത് വന്നിട്ട് നമ്മുടെ റെഡ് റോസ് ആണ്. ബട്ടിന്റെ റെഡ് റോസ് ആണ്. ബഡ് റോസ് ആണ്. റെഡ് ആണിത്, റെഡിന്റെ റോസ്. അത് ഇതിന്റെ പല വെറൈറ്റി കളർ റോസുകളും നമ്മുടെ കൈവശം ഉണ്ട്. ഇത് വന്നിട്ട് യെല്ലോ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഇതെല്ലാം ഇന്നലെ വന്നിട്ടുള്ള. ഇത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസ് ആണിത്. നല്ല പൂത്ത് കുലുങ്ങി നിൽക്കുന്ന നല്ല ഓർക്കിഡ് കളറുള്ള റോസാണ് റോസ്. ഇതൊക്കെ ഇന്നലത്തെ നമ്മുടെ ലോഡിൽ വന്നതാണ്. അടുത്ത ഇത് അതുപോലെ തന്നെ ഇതിന്റെ നല്ല വൈറ്റ് മഞ്ഞ റോസയാണ്. ചെറിയ കവറിലുള്ള മഞ്ഞ റോസയാണ്. ചെറിയ ചെറിയ കവറാണിത്. ചെറിയ കവറിലുള്ള മഞ്ഞ ചെറിയ തൈകളാണിത്. ഇത് കാശ്മീർ റോസയാണ്. ഇതും നമ്മുടെ ലോഡിൽ ഇപ്പൊ വന്നതാണ്. ഇന്നലത്തെ ലോഡിൽ വന്നിട്ടുള്ളതാണ്. ഇത് കാശ്മീരിലുള്ള റോസാണ്. ഇതല്ല നിറയെ മുട്ടും പൂവും ഒക്കെ നിറയെ ഉണ്ട് ഇതിലോട്ട്. നിറയെ പൂക്കളുള്ളതാണ്. ഇത് ഡാലികയുടെ ചെടിയാണ്. ഇത് ഒരുപാട് ഡാലിക നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പല കളറിലുള്ള ഡാലികകളാണ് നമ്മുടെ കൈകളിൽ സ്റ്റോക്ക് ഉള്ളത്. പല കളർ ഡാലികയാണ്. ഡാലിക ചെടിയൊക്കെ നമ്മുടെ കയ്യിൽ നിറയെ ചെടിയുണ്ട്. നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഡാലിക ചെടികളാണ്. മുട്ടായതുകൊണ്ട് ഇതുണ്ടോ, നല്ല കളറുള്ള ഡാലിക ചെടികളാണ്. നല്ല വെറൈറ്റി കളറൊക്കെയാണ്. മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സാണ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡൈസി ചെടിയാണ്. നിറയെ പൂക്കളുള്ള ഡൈസി ചെടിയാണ്. ഇതുണ്ടോ, നല്ല വെറൈറ്റി കളറുകളാണ്. ഡൈസി ചെടികളാണ്. ഇത് കണ്ടോ, നിറയെ കളറുകളുണ്ട്. വേറെ വെറൈറ്റി പല വെറൈറ്റിപ്പെട്ട കളറുകളാണ്. നിറയെ സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർക്ക് വന്ന് നേഴ്സറിയിലോട്ട് വന്നെടുക്കാം. ഹോൾസെയിലായിട്ട് നമുക്കിവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഹോൾസെയിലായിട്ട് വരുന്നവർ ഹോൾസെയിലായിട്ട് നേഴ്സറികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ലോഡി വന്നതാണ്. ബെലസ്റ്റോമയുടെ തൈകളാണ്. ബെലസ്റ്റോമ നിറയെ പൂക്കളുള്ളതാണ്. നിറയെ പൂക്കളുണ്ട്. ബെലസ്റ്റോമയുടെ തൈകളാണ് ഇതെല്ലാം. ഇത് ബെലസ്റ്റോമയുടെ തൈകളാണ് ഇതെല്ലാം. നല്ല നിറച്ച് പൂക്കളുള്ള ബെലസ്റ്റോമയാണ്. ബെലസ്റ്റോമയുടെ തൈകള് ഇവിടെ നിറയെ അരിപ്പുണ്ട്. അത് പോയിട്ട് നമുക്കടുത്ത് കലാഞ്ചിയുടെ തൈകളും നമ്മുടെ കയ്യിലുണ്ട്. കലാഞ്ചിയുടെ ചെടികളാണ്. കലാഞ്ചിയ ചെടിയാണ്.
കലാഞ്ചിയുടെ ചെടികളാണ്. പല കളറുകളുണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിവിടെ സെലോഷ്യയുടെ തൈകളുണ്ട്, കോഴിപ്പൂ എന്നും പറയും നമ്മുടെ നാട്ടിലിവിടെ. ഇതൊക്കെ സെലോഷ്യയുടെ തൈകളാണ്, ചെറിയ തൈകളാണ്. ഇതിന്റെ വലിയ തൈകൾ നമ്മുടെ വലിയ തൈ ഇരിപ്പുണ്ട്. ഇതിന്റെ വലിയ തൈകളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സെലോഷ്യയുടെ വലിയ തൈകളും ഉണ്ട് നമ്മുടെ കയ്യിൽ, പല കളറിലുള്ള. എന്താ, റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്. നിത്യ കല്യാണിയുടെ ചെടിയുണ്ട്. നിത്യ കല്യാണി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത്. നീലയുണ്ട്, ചുമപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് കളറാണ്. ഇത് ലാവൻഡ്രയുടെ ചെടികളാണ്. ലാവൻഡ്ര എന്ന് പറയുന്ന ഒരു ചെടിയാണ്. വീട്ടിനകത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ്. ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ നമുക്കൊരു 7 ഇഞ്ച് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടും. ലാവൻഡ്ര എന്ന് പറയുന്ന ചെടിയാണ്. അഗ്ലോണിമയുടെ തൈയാണ് ഇത്. അഗ്ലോണിമയുടെ റെഡ് കളർ തൈകളാണ്. ഇത് മൂൺഷയുടെ തൈയാണ്. മൂൺഷയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റികളാണ്. 2 ഷെയ്ഡുള്ള കളറാണ്. 2 ഷെയ്ഡാണ് ഈ അഗ്ലോണിമയുടെ തൈക്ക്. ഇത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് പീസ് ലില്ലിയുടെ ചെടിയാണ്. പീസ് ലില്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ആന്തൂറിയം എന്ന് പറയുന്ന ചെടിയാണ്. മിനിയേച്ചറാണ്. ആന്തൂറിയത്തിന്റെ മിനിയേച്ചറാണ്. ഇതിൽ പല കളറുണ്ട്, പല വെറൈറ്റീസ്. ഇത് മണി പ്ലാന്റ് ആണ്. അടുത്ത CC പ്ലാന്റ് ആണ്. വീടിനകത്തൊക്കെ വെക്കാവുന്ന, ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഇത് ടേബിൾ പ്ലാന്റ്സ് ആണ്. ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. ടേബിൾ പ്ലാന്റ്സ് എന്ന് പറയും, ചെറുത്. ഇതിന്റെ വലുതും ഉണ്ട് നമ്മുടെ കയ്യിൽ. ടേബിൾ പ്ലാന്റ്സ് ആണിത്. ഇതിന്റെ വലിയ ഒരു പ്ലാന്റ് ആണ് ടേബിൾ പ്ലാന്റ്സ് എന്ന് പറയും. ഇത് അതിന്റെ ഒരു വെറൈറ്റിപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ വലിയ ചട്ടിയിലൊക്കെ വെച്ച് വെക്കാവുന്നതാണ്. ഇത് ന്യൂജീനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ വലുതും ചെറുതും എല്ലാം ഉണ്ട്. വലിയ ചെടികളും ഉണ്ട്, ചെറിയ ചെടികളും ഉണ്ട്. ഇത് ചെറുതാണ്, ഇത് വലുതാണ്. ഇതാണ് വലിയ ചെടി. ന്യൂജീനിയ വലിയ ചെടി, വലിയ പ്ലാന്റ് ആണ്. പ്ലാന്റ്സിന്റെ വലിയ ചെടിച്ചട്ടിയിലുള്ള വലിയ ചെടിയുണ്ട് നമ്മുടെ കയ്യിൽ. ഈ വീട് പാല് കാച്ചിനൊക്കെ സമയത്ത് വീടിന്റെ മുറ്റത്ത് പെട്ടെന്നായിട്ട് കൊണ്ടുവയ്ക്കാനായിട്ടുള്ള ഒരു ചെടിയാണിത്. ചൈന ടോളാണ്. വീടിനകത്ത് ഇൻഡോറും വയ്ക്കാം, ഔട്ട്ഡോറും വയ്ക്കാം. ചൈന ടോൾ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതായത് ചെമ്പരത്തി, പല വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തികൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ നഴ്സറിയിലുണ്ട്. എല്ലാം ചെമ്പരത്തി ചെടികളാണ്. ഇത് നന്ദ്യാർ വട്ടം, നല്ല മണമുള്ള ചെടിയാണ്. നിറയെ പൂവും മുട്ടും എപ്പോഴും ഉണ്ടാവും.
ഇത് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയ ചെടിച്ചട്ടി, വലിയ ചെടിച്ചട്ടികളിലൊക്കെ വെച്ച് നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. നല്ല ഇത് മൈക്രോ കാർബസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മൈക്രോ കാർബസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റിച്ചെടി പോലെ വീട്ടിൽ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊള്ളാവുന്നതാണ്. ഇത് ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഗോൾഡൻ സൈപ്രസ്. ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റും ഉണ്ട്, നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റും ഉണ്ട്. ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. ജട്രോബ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ജട്രോബ അത് എപ്പോഴും പൂവുണ്ടാവും. ജട്രോബ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് മൈലാഞ്ചിയാണ്. നമ്മൾ കയ്യിലൊക്കെ അരച്ചിടുന്ന മൈലാഞ്ചി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് തൂജ. തൂജ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. വീട്ടിന് പുറത്ത് നമുക്ക് മതിൽക്കെട്ടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ്. ഇത് തായ് സൈപ്രസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് നല്ല പ്ലാന്റ് ആയിട്ട് നല്ല ബുഷായിട്ട് നല്ല വലുപ്പത്തിൽ വന്ന് എന്ന് ബുഷല്ലേ. ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഇവിടെ കിട്ടാനില്ല, ഞങ്ങളുടെ നാട്ടില്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊന്നും കിട്ടാനില്ല. ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ അവിടെ കൊണ്ടുവന്നു. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.